തിരുവാണിക്കാവ് മാമാങ്കം ആവേശലഹരിയായി മതിവര കാഴ്ചകളുമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൊയ്ക്കുതിരകൾ എഴുന്നള്ളി പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കൂറയിട്ടു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം ബുധനാഴ്ച തുടങ്ങും. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ അതിരപ്പിള്ളിയിലെത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി. പെരുമ്പിലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.വി. രാജേഷ്. 106 കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി. കോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ്. കുന്നംകുളം പെരുമ്പിലാവ് അക്കിക്കാവിൽ സ്വകാര്യ കോളേജ് ബസും ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചാവക്കാട് ബീച്ചിന് സമീപം 4 വഞ്ചികൾക്ക് തീപിടിച്ചു. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ആവേശലഹരിയായി. കുംഭംകുടങ്ങളുടെ അകമ്പടിയോടെ തട്ടക കുതിരകളുടെ എഴുന്നള്ളിപ്പോടുകൂടി മാമാങ്കത്തിന് തുടക്കമായി. പുന്നമ്പറമ്പ് ദേശമാണ് ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത്. വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര, പാർലിക്കാട്, മംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കുതിരകൾ കുമരൻ കിണറ്റിങ്കര ക്ഷേത്രത്തിന് സമീപം വീണക്കണ്ടത്തിലെത്തി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ഭഗവതി കുതിരയ്ക്കൊപ്പം ദേശകുതിരകളെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ പത്മശ്രീ പെരുവനക്കുട്ടൻ മാരാരുടെ നേതൃത്വത്തിൽ 100ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം നടന്നു. തുടർന്ന് എഴുന്നള്ളിപ്പ് കുതിരകൾ ക്ഷേത്രം വലം വെച്ചുള്ള ആവേശകരമായ കുതിരക്കളിയും നടന്നു. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കൂറയിട്ടു. കൂറയിടൽ ചടങ്ങ് ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ നിർവഹിച്ചു. പറപ്പുറപ്പാടിന് തുടക്കമായി. ചടങ്ങിൽ എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി തട്ടകദേശത്തെ ഭക്തജനങ്ങളും പൂരക്കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. കോമരം കൽപ്പന ചൊല്ലിയ ശേഷം ആദ്യത്തെ പറ ഉത്രാളിക്കാവ് ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനമായ മുല്ലക്കൽ ക്ഷേത്രത്തിലെ ആലിൻചുവട്ടിൽ നിന്നും സ്വീകരിച്ചു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം ബുധനാഴ്ച തുടങ്ങും.
ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ അതിരപ്പള്ളിയിലെത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് എത്തിക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി 3 കുങ്കിയാനകളെ കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ എത്തിച്ചിരുന്നു. അതേസമയം ആനയെ മയക്കുവെടി വെക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഡിഎഫ്ഒ ആർ ലക്ഷ്മി പറഞ്ഞു. ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അരിക്കൊമ്പനായി 2 വർഷം മുമ്പ് കെട്ടിയ കൂടിന്റെ അടിഭാഗം പൂർണ്ണമായും ദ്രവിച്ചതിനാൽ പഴയത് പൊളിച്ച് പുതിയ കൂടാണ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 24-നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിൽ ആനയെ ആദ്യം മയക്കുവെടി വെച്ചത്. മസ്തകത്തിലെ മുറിവിന് ചികിത്സ നൽകി വിട്ടയക്കുകയായിരുന്നു. മറ്റത്തൂർ ചൊക്കന എസ്റ്റേറ്റിൽ പാഡികൾക്ക് സമീപം കാട്ടാനയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. വാഴകൾ ഒടിച്ചിട്ട കാട്ടാന പ്ലാവുകളിലെ ചക്കകൾ തിന്നു തീർത്തു. 2 പാഡികളിലേക്കുള്ള സർവീസ് വയറുകളും ആന നശിപ്പിച്ചു. ഒറ്റയാനാണ് ഇറങ്ങിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പെരുമ്പിലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം പോലീസ് തെളിവെടുപ്പിൽ ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. പെരുമ്പിലാവ് KR ബാറിലെ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിൽ ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്കും വടികളും പോലീസ് കണ്ടെത്തി. ബാറിലെ ജീവനക്കാരായ പാലക്കാട് ചേരമംഗലം സ്വദേശി ജയൻ, തിരുവനന്തപുരം പരപ്പംകുന്ന് സ്വദേശി സുജിത്, പാലക്കാട് സ്വദേശി ഷിജുകുമാർ എന്നിവരുമായാണ് കുന്നംകുളം പോലീസ് ബാറിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ടാണ് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ രക്തസ്രാവം സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. TCV ന്യൂസ്, കുന്നംകുളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന അക്കാദമിക് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ 106 ഭേദഗതി വരുത്തുന്നത് അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയിലും ലൈസൻസിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ടിലൂടെ 2016 മുതൽ തുടക്കം കുറിച്ചതാണ് ആ പ്രോസസ്സ്. അത് ഇനിയും തുടരുകയാണ്. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള ഭേദഗതി വരുത്തുകയാണ്. അത് നാളെ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ 106 ഭേദഗതികൾ വരുത്താൻ ഉള്ള പ്രക്രിയ അതിന്റെ അന്തിമഘട്ടത്തിലാണുള്ളത്. നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാ സങ്കീർണതകളിൽ നിന്നും, ഊരാക്കുടുക്കുകളിൽ നിന്നും, ചുവപ്പ് നാടയിൽ നിന്നും അതിനെ മോചിപ്പിക്കുക എന്നത് ഈ സർക്കാരിന്റെ ലക്ഷ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളും അതിനൊപ്പം വരണം, സഞ്ചരിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണ്? തദ്ദേശ സ്ഥാപനങ്ങളാണ്. അവരുടെ വരുമാനമാണ് ഗണ്യമായിട്ട് വർദ്ധിക്കുക. അത് നമ്മൾ പ്രത്യേകമായൊരു സെഷനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാർച്ച് 30-നുള്ളിൽ മാലിന്യമുക്ത നവകേരളം കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. 40 ദിവസത്തിനുള്ളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാലിന്യമുക്ത പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കണമെന്നും ഇല്ലെങ്കിൽ സർക്കാർ നേട്ടത്തിനൊപ്പം എത്താത്ത അപരിചിതർ എന്ന മുദ്ര നേരിടേണ്ടി വരുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. നവംബർ 1-ന് ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോകുകയാണെന്നും 18,000 കുടുംബങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷനായിരുന്നു. മേയർമാരായ MK വർഗീസ്, മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷം ബുധനാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. TCV ന്യൂസ്, തൃശൂർ. പ്രായം 11 മാത്രം. വയലിനിൽ നാദവിസ്മയം തീർക്കുന്ന ഗംഗാ ശശിധരൻ ഇതുവരെ പരിപാടികൾ അവതരിപ്പിച്ചത് 200-ലേറെ വേദികളിൽ. തദ്ദേശ ദിനാഘോഷ വേദിയിലും ഗംഗ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചു.
വയലിൻ തന്ത്രികളിൽ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഗംഗാ ശശിധരൻ നവമാധ്യമങ്ങളിലെയും വേദികളിലെയും മിന്നും താരമാണ്. വയലിനിൽ നാദവിസ്മയം തീർക്കുന്ന ഈ 11 വയസ്സുകാരി വിദേശത്തും സ്വദേശത്തുമായി ഇതുവരെ 200-ലധികം വേദികളിൽ വയലിൻ കച്ചേരിയും സംഗീത പരിപാടികളും അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ നിരവധി രാഗങ്ങൾ വയലിനിൽ വായിച്ചിട്ടുണ്ടെങ്കിലും ആബേരി, നാട്ട എന്നീ രാഗങ്ങൾ വായിക്കാനാണ് ഈ 6ാം ക്ലാസ്സുകാരിക്ക് ഏറെ ഇഷ്ടം. ആബേരി വായിക്കാൻ ഇഷ്ടമാണ്, നാട്ട വായിക്കാൻ ഇഷ്ടമാണ്. അത് അമ്മ ചെറുപ്പത്തിലെ ഇങ്ങനെ പാട്ടുകൾ കേൾപ്പിച്ചത്, അപ്പം അങ്ങനെ പഠിക്കാൻ തോന്നിയതാ. എനിക്ക് സംഗീതത്തോട് നല്ല ഇഷ്ടമാണ്. എല്ലാ പ്രമുഖന്മാരോട് കൂടെ വായിക്കാൻ പറ്റി, സന്തോഷം. മലപ്പുറം വെളിയങ്കോട് ശശിധരൻ കൃഷ്ണവേണി ദമ്പതികളുടെ മകളായ ഗംഗ 4.5 വയസ്സ് മുതലാണ് വയലിൻ അഭ്യസിച്ചു തുടങ്ങിയത്. ഗുരുവും പ്രശസ്ത വയലിനിസ്റ്റുമായ TS അനുരൂപിനോടൊപ്പമുള്ള വയലിൻ കച്ചേരികൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. അമ്മ വീട് ഗുരുവായൂർ എന്നതാണ് തൃശ്ശൂരുമായുള്ള ഗംഗയുടെ അടുപ്പം. വാതാപി ഗണപതി, മരുതമലൈ മാമണിയെ, സാമവേദം നാവിലുണർത്തുന്ന കുനുകുനെ കുറുനിരകൾ തുടങ്ങി നിരവധി ഗാനങ്ങൾ അതിമനോഹരമായി തന്നെ ഗംഗ വയലിനിൽ വായിക്കും. ഗുരുവായൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിലും വയലിനിൽ നാദതാരമൊഴിച്ച് ഗംഗ സദസ്സിനെ കയ്യിലെടുത്തു. സംഗീതവേദികളിലെ തിരക്കുള്ള താരമാണ് ഇന്ന് ഗംഗാ ശശിധരൻ എന്ന ഈ കുഞ്ഞു താരം. കുഞ്ഞല്ല, വലിയ താരം തന്നെയാണ്. അത്രമാത്രം മികവോടെയാണ് ഓരോ വേദികളിലും പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എന്തായാലും അഭിനന്ദനങ്ങൾ. ഇനിയും മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TC ന്യൂസ്. പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകി. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് ചാലക്കുടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് VS സവിതയാണ് 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന് 5 ദിവസത്തെ സാവകാശം വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. വ്യാഴാഴ്ച രാവിലെ 11-ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിയെ ആശാരിപ്പാറയിലെ വീട്ടിലെത്തിച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്തും. ഇതിനു പുറമെ കവർച്ചയ്ക്ക് ശേഷം പ്രതി സ്കൂട്ടറിൽ സഞ്ചരിച്ച വഴികളും പരിശോധിക്കും. ഞായറാഴ്ച വൈകിട്ടാണ് പ്രതിയെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത്. കുന്നംകുളം പെരുമ്പിലാവ് അക്കിക്കാവിൽ സ്വകാര്യ കോളേജ് ബസും ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനികളായ ആരാധന, ഹേന, സൽമത്ത്, നിത നസ്രിൻ, ഋതുനന്ദ, സഹല, നിഫിദ, കോളേജ് ജീവനക്കാരി സക്കിയ, സ്കൂട്ടർ യാത്രികൻ ഷാജി, ലോറി ജീവനക്കാരൻ മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ കോളേജിന്റെ ബസ് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിലും ലോറിയിലും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കോളേജ് ബസിനും ലോറിക്കും സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചാവക്കാട് ബീച്ച് പരിസരത്തുണ്ടായ തീപിടുത്തത്തിൽ 4 വഞ്ചികൾ കത്തിനശിച്ചു. ബീച്ചിന് സമീപമുള്ള പറമ്പിൽ കയറ്റിയിട്ടിരുന്ന 4 വഞ്ചികൾക്കാണ് തീപിടിച്ചത്. ഒരു വഞ്ചി പൂർണ്ണമായും കത്തിനശിച്ചു. പ്രളയകാലത്ത് ചാലക്കുടിയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ആച്ചി അനിലിന്റെ ഉടമസ്ഥതയിലുള്ള വഞ്ചിയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വിനോദിന്റെ വഞ്ചിയും വലകളും കത്തിനശിച്ചു. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ടാറ്റ കേരള വിഷൻ സംയുക്ത സംരംഭമായ കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയുടെ ആദ്യ ഓൺ-ഗ്രിഡ് സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഒളരിക്കര കുണ്ടോളി രമേശിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ COA സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഇതിനോടകം നിരവധി യൂണിറ്റുകൾ സ്ഥാപിച്ചതായും KSEB നെറ്റ് മീറ്ററുകൾ ഘടിപ്പിക്കുന്നതിനനുസരിച്ച് പ്രവർത്തന സജ്ജമാകുമെന്നും 2025 മാർച്ച് 31-ന് മുൻപായി
100ഓളം യൂണിറ്റുകളുടെ പൂർത്തീകരണം നടപ്പിലാക്കുമെന്നും CA ബൈജു പറഞ്ഞു. ടാറ്റയുടെ സോളാർ പദ്ധതിയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയും കേരള വിഷന്റെ ദീർഘകാല ഉപഭോക്തൃ സേവനവും സംയോജിക്കുമ്പോൾ മികച്ച വിൽപ്പനാനന്തര സേവനമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയെന്ന് കേരള വിഷൻ സോളാർ ഹോംസ് ഡയറക്ടർ ജോർജ് ലിയോ പറഞ്ഞു. COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ബിജുകുമാർ, പ്രൊജക്ട് കോർഡിനേറ്റർ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. പുതിയ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ താൽപര്യമുള്ളവർക്ക് കേരള വിഷൻ സോളാർ ഹോംസിന്റെ 9400 035100 9400 035200 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 25,000-ഓളം രൂപയും സാധനങ്ങളും മോഷണം പോയി. മുനയ്ക്കൽ ബീച്ചിനകത്ത് വ്യാപാരം നടത്തുന്ന 7 കടകളിലാണ് മോഷണം നടന്നത്. അഴീക്കോട് സ്വദേശി മരത്താന്തര സഗീർ, ജമീല, ദേവൻ, സുഹറ, നിയാസ്, സുരേഷ് എന്നിവരുടെ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാത്രി ഒരു 12:30 ഇവിടെ ഉണ്ടായ സംഭവം. ഒരു 6 കടകളോളം അവർ ചിലത് ഓട് പൊളിച്ചിട്ടുണ്ട്, ചിലത് ലോക്ക് തല്ലി പൊളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ ഈ അകത്ത് കയറിയിട്ട് പൈസയും അവരുടെ അടുത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഈ നമുക്ക് ഇതിന് എങ്ങനെയെങ്കിലും ഒരു നടപടി ഉണ്ടാവണം എന്നാണ് നിങ്ങളുടെ എന്താണ് നഷ്ടപ്പെട്ടുള്ളത്? നമ്മളുടെ 2 കടയിൽ നമ്മൾ ചില്ലറായിട്ട് ഒരു 2,000 രൂപ വെച്ച് 2,000 വെച്ചിട്ട് ഒരു 4,000 രൂപ വെച്ചിരുന്നു. പിന്നെ ഒരു ഇതിൻ്റെ ഇതുണ്ടായിരുന്നു, ഒരു പളങ്കിൽ നമ്മൾ ലോണ് ഇതിനൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ ഡെയിലി വരുമാനത്തിൽ നിന്ന് എടുത്ത് വെക്കുമായിരുന്നു. അങ്ങനെ ഒരു 4,000 രൂപ 4,000 സംതിങ്ങോളം അതങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ടാണ്. ഇപ്പോൾ 2 ആഴ്ചക്ക് മുമ്പായിട്ട് അവിടെ ഒരു 2 കടയിലായിട്ട് കയറിയിട്ട് അത് പോലീസിൽ പരാതിപ്പെട്ടില്ല. പെടാത്ത കാരണം അവർ ഇതിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ബാങ്കിൽ പണയം വെച്ച സ്വർണം മാറ്റി മുക്കുപണ്ടമാക്കിയതായി വീട്ടമ്മയുടെ പരാതി. ഗുരുവായൂർ അർബൻ സഹകരണ ബാങ്കിന്റെ ബ്ലാങ്ങാട് ശാഖയിലാണ് സംഭവം. മണത്തല ബേബി റോഡ് കരിമ്പൻ വീട്ടിൽ മോഹൻദാസിന്റെ ഭാര്യ സുരജയോടെയാണ് പണയം വെച്ച സ്വർണം മുക്കുപണ്ടമാണെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കണമെന്ന ഭീഷണിയുമായി ബാങ്കുകാർ ആവശ്യപ്പെട്ടതെന്ന് വീട്ടമ്മ പറഞ്ഞു. 6 വർഷത്തിലേറെയായി പണയപ്പെടുത്തിയ സ്വർണം പലതവണയായി പുതുക്കി വെച്ചിരുന്നു. എന്നാൽ ഈ മാസം നടത്തിയ ഓഡിറ്റിംഗിൽ മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തി സുരജയെ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി വായ്പ തീർക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ലോക്കറ്റ് അടക്കമുള്ള മാലയാണ് പണയം വെച്ചതെന്നും എന്തോ തിരിമറി സംഭവിച്ചിട്ടുണ്ടെന്നും സുരജ പറഞ്ഞു. തന്റെ യഥാർത്ഥ സ്വർണം തിരിച്ചു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുരജ മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും പരാതി നൽകി. സംഭവത്തെ തുടർന്ന് 4 ജീവനക്കാരെ ബാങ്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുവാൻ ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകി. ഫെബ്രുവരി 11 3 മണിക്ക് എന്നോട് വിളിക്കുകയായിരുന്നു ബാങ്കിൽ നിന്ന്. എല്ലാ കുട്ടികളായിട്ട് ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയി അതിൽ നിന്ന് ഒരു പണ്ട എൻ്റെ നേരത്തെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളതാണോ എന്ന് ചോദിച്ചു. അതിലൊരു മാല എടുത്ത് കാണിച്ചിട്ട് ഇത് നിങ്ങളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഇതിൽ മാലക്ക് ലോക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ പണ്ടങ്ങളും അതിൽ മുക്കുപണ്ടങ്ങളാണ് ഇരുന്നിരുന്നത്. പക്ഷെ അവർ നമ്മളെ ഭീഷണിപ്പെടുത്ത് പണം അടച്ച് ഈ പണ്ടം എടുത്ത് പോരണം എന്നുള്ളതായിരുന്നു പറച്ചിൽ. തിരുവില്ലാമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ജപ്തി നടപടികൾക്കായി വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവില്ലാമല പാമ്പാടി കുരക്കുഴി വീട്ടിൽ ദിലീപിനെതിരെ പോലീസ് കേസെടുത്തു. തിരുവില്ലാമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും എടുത്ത ലോൺ തിരിച്ചടവിൽ വീഴ്ച വന്നതിനെ തുടർന്നാണ് ജപ്തി നടപടികൾക്കായി ബാങ്ക് അധികൃതരും പോലീസും ദിലീപിന്റെ വീട്ടിലെത്തിയത്. പോലീസിന് മുന്നിൽ വെച്ചാണ് ബാങ്ക് ജീവനക്കാരനായ മധുലാലിനെ ദിലീപ് മർദ്ദിച്ചത്. കടലിൽ കുടുങ്ങിയ 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 18 നോട്ടിക്കൽ മൈൽ അകലെ ചേറ്റുവ അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ പ്രവർത്തനം നിലച്ച് കുടുങ്ങിയ തൂത്തുക്കുടി സ്വദേശി മംഗളരാജ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ശെൽവാഭിഷേക് എന്ന ബോട്ടും 3 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി, വിജീഷ് ഏമാട്ട്, ബോട്ട് സ്രാങ്ക് റഷീദ് മുനക്കക്കടവ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി.
കല്ലൂർ ആലങ്ങാട് കപ്പേളയിൽ മോഷണ ശ്രമം. ഭണ്ഡാരത്തിന് പുറത്തെ താഴ് തകർത്താണ് മോഷണ ശ്രമം നടന്നത്. 2 ദിവസം മുമ്പ് പ്രദേശത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്നും പട്ടാപ്പകൽ 8.5 പവൻ സ്വർണം കവർന്നിരുന്നു. ഈ കേസിൽ ഇതുവരെയും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. കല്ലൂർ ആലങ്ങാട് മുട്ടിത്തടി പ്രദേശങ്ങളിൽ മോഷണം വ്യാപകമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ലേ സെക്രട്ടറിയെ വിളിച്ചുവരുത്തി ഇടതുപക്ഷ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നഗരസഭാ കൌൺസിലർ VM ജോണി നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജില്ലാ നിർവാഹക സമിതി അംഗം PU സുരേഷ് കുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷനായി. KP സുനിൽകുമാർ, P ദിലീപ്, PV രമണൻ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, സനിൽ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസിന് മുൻപിൽ BJP പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെയും നഗരസഭാ ഓഫീസിലെയും പിൻവാതിൽ നിയമനങ്ങൾ വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ അധ്യക്ഷത വഹിച്ചു. രശ്മി ബാബു, KS സുനിൽകുമാർ, KS ശിവറാം, ശാലിനി വെങ്കിടേഷ് എന്നിവർ സംസാരിച്ചു. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ അനധികൃത നിയമനത്തെയും സാമ്പത്തിക ക്രമക്കേടിനെയും ചോദ്യം ചെയ്ത കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും LDF ജനപ്രതിനിധികൾക്കുമെതിരെ BJP നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ LDF കൌൺസിലർമാർ പ്രതിഷേധ യോഗം നടത്തി. നഗരസഭ ഓഫീസ് പരിസരത്ത് നടന്ന യോഗം CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. മുൻ ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, CC വിപിൻ ചന്ദ്രൻ, KS കൈസാബ്, TP പ്രഭേഷ്, LC പോൾ, ഷീല പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കുപ്രസിദ്ധ ഗുണ്ടകളെ നാടുകടത്തി. കരുവന്നൂർ സ്വദേശി മുരിങ്ങത്ത് വീട്ടിൽ സുധീൻ, കാട്ടൂർ കരാഞ്ചിറ സ്വദേശി തോട്ടാപ്പള്ളി വീട്ടിൽ അജീഷ് എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. സുധീൻ വധശ്രമ കേസടക്കം 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. നന്ദിപുലത്ത് വീടുകയറി ആക്രമണം നടത്തിയ സഹോദരന്മാരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കേ നന്ദിപുലം മൂലേക്കാട്ടിൽ വീട്ടിൽ അഖിലേഷ്, അഭിലാഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. നന്ദിപുലം സ്വദേശി സുഭാഷിന്റെ വീടുകയറിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സുഭാഷിനും അച്ഛനും സഹോദരിക്കും പരിക്കേറ്റിരുന്നു. സുഭാഷിന് അസഭ്യം പറഞ്ഞത് പ്രതികളുടെ വീട്ടിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അശോക് കുമാർ, ASI ബിജു, CPOമാരായ മുരുകദാസ്, സജീവ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. 20-ന് രാത്രി മേജർ സെറ്റ് കഥകളി, 21-ന് കൊടിപ്പുറത്ത് വിളക്ക്, 24-ന് ഏകാദശി വിളക്ക്, 26-ന് പെരുവനം സതീശന്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം, 5 ആനകളെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പ്, 27-ന് ആറാട്ട് എന്നിവയുണ്ടാകും. ക്ഷേത്രം ട്രസ്റ്റ് പ്രതിനിധി കൈമുക്ക് വാസുദേവൻ, ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി നാരായണൻകുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്തിലെ 100 കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മൈമുന ഷബീർ, ടെസി ഫ്രാൻസിസ്, CV സുഭാഷ്, HMC കമ്മിറ്റി അംഗം ഫ്രാൻസിസ് കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. വെളപ്പായ ചൈന ബസാറിൽ വിഷപ്പുല്ല് കഴിച്ച് 5 കറവ പശുക്കൾ നഷ്ടപ്പെട്ട KC രവിക്ക് ഇന്ത്യൻ അസോസിയേഷൻ കേരള തൃശൂർ യൂണിറ്റ് കറവ പശുവിനെയും തൊഴുത്ത് നിർമ്മാണത്തിനുള്ള ഫണ്ടും നൽകി സഹായിച്ചു. ഇന്ത്യൻ വെറ്റിനറി ജില്ലാ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങ് MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KP സാജിദ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MK പ്രദീപ് കുമാർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് ബാബു, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, വൈസ് പ്രസിഡന്റ് മിനി ഹരിദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T രാധാകൃഷ്ണൻ, തോംസൺ തലക്കോടൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്
തൃശൂർ ജില്ലാ ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് വിന്നറായ അഫ്രിൻ ഫാത്തിമയെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു വീട്ടിലെത്തി ആദരിച്ചു. കരയാമുട്ടം വൈപ്പിപ്പാടത്ത് അൻസാർ രഹന ദമ്പതികളുടെ മകൾ അഫ്രിൻ ഫാത്തിമയാണ് തൃശൂർ ജില്ലാ ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് വിന്നറായത്. വലപ്പാട് SI CN എബിൻ ഡിവൈഎസ്പിയോടൊപ്പമുണ്ടായിരുന്നു. CC മുകുന്ദൻ MLA, ET ടൈസൺ MLA, മുൻ MP TN പ്രതാപൻ എന്നിവരും അഫ്രിനെ ആദരിച്ചിരുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി 20ാം ഏരിയ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവരങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CB രഞ്ജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ലിജി നിതിൻ, ഏരിയ സെക്രട്ടറി പങ്കജം ബാലൻ, ട്രഷറർ PG ബിനേഷ്, വൈസ് പ്രസിഡന്റ് TV ബാബു, ലിജി നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP തൈക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സമരവും നടത്തി. ബ്രഹ്മകുളം 7ാം വാർഡിലെ ഭൂമി തട്ടിപ്പിലെ അഴിമതി വിജിലൻസ് അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, തട്ടിപ്പിനിരയായ കുടുംബങ്ങൾക്ക് പുതിയ ഭൂമി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സമരം മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. സബീഷ് മുണ്ടന്തറ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പട്ടിയാമ്പുള്ളി, ഷർമുഖൻ ബ്രഹ്മകുളം, സന്തോഷ് മുതുവീട്ടിൽ, ശശി മഞ്ഞിക്കര, സുനീഷ് ഓടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വരാക്കര ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വാർഡ് മെമ്പർ ജിജോ ജോൺ, ബ്ലോക്ക് മെമ്പർ ടെസി വിൽസൺ, പഞ്ചായത്ത് അംഗങ്ങളായ VK വിനീഷ്, സജന ഷിബു, PS പ്രീജു തുടങ്ങിയവർ പങ്കെടുത്തു. പറപ്പൂക്കര പഞ്ചായത്തിൽ രാമയ്യർ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ തളിർക്കൂടിന്റെ 1ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT കിഷോർ, പഞ്ചായത്ത് അംഗങ്ങളായ KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ തലത്തിൽ വിദ്യാർത്ഥികൾക്കായി ടാലന്റ് സെർച്ച് പരീക്ഷ നടത്തി. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയിൽ മുല്ലശ്ശേരി ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മികച്ച വിജയം നേടിയ പാടൂർ വാണിവിലാസം സ്കൂളിലെ അമൽ പർവീൻ, MH ഹാഷിം, ഐഷ ആബിദ് എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഇൻചാർജ് PM സബൂറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊടകര കനകമല കണ്ടംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. ബൈക്കിലെത്തിയ 2അംഗ സംഘമാണ് മാല കവരാൻ ശ്രമം നടത്തിയത്. വീട്ടമ്മയുടെ പരാതിയിൽ കൊടകര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കൊടുങ്ങല്ലൂർ കോവിലകത്തെ അമ്മത്തമ്പുരാൻ ചിറക്കൽ കോവിലകത്ത് കുമുദിനി തമ്പുരാട്ടി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. പരേതനായ TV നാരായണൻ നമ്പൂതിരിയുടെ ഭാര്യയാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് കൊടുങ്ങല്ലൂർ ചിറക്കൽ കോവിലകത്ത് നടക്കും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,970 രൂപ, പവന് 63,760 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,482 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ആവേശലഹരിയായി. മതിവര കാഴ്ചകളുമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൊയ്ക്കുതിരകൾ എഴുന്നള്ളി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കൂറയിട്ടു.
അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം ബുധനാഴ്ച തുടങ്ങും. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ അതിരപ്പിള്ളിയിലെത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി. പെരുമ്പിലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. 106 കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി. കോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ്. കുന്നംകുളം പെരുമ്പിലാവ് അക്കിക്കാവിൽ സ്വകാര്യ കോളേജ് ബസും ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചാവക്കാട് ബീച്ചിന് സമീപം 4 വഞ്ചികൾക്ക് തീപിടിച്ചു. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.